നമസ്കാരം. 7ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ ഇംഗ്ലീഷിലെ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസേഴ്സ് ആണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട. ഈ ചാപ്റ്റർ നിങ്ങളൊക്കെ നോക്കിയതല്ലേ, വായിച്ച് നോക്കിയതല്ലേ, വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ചാപ്റ്റർ നന്നായിട്ട് അറിയാം. ഇനി നമുക്കുള്ളത് അതിൻ്റെ ചോദ്യോത്തരങ്ങൾ നോക്കണം അല്ലേ. എന്താണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്? വൈ ഡസ് ദ സ്പീക്കർ സിംഗ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്? എന്തിനാണ് വണ്ടറിലും അമേസ്മെൻറ്റിലും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തത്, പാടിയത് എന്നതാണ് നിങ്ങളോടുള്ള ഒന്നാമത്തെ ചോദ്യം. എന്തിനാണ്? ഫസ്റ്റ് സ്റ്റാൻസയിലുണ്ട്, ഹീ ഫൗണ്ട് എ പ്ലേസ് ഇൻ ദിസ് വണ്ടർഫുൾ യൂണിവേഴ്സ് സോ ഹീ സിംഗ്സ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്. ഈ മനോഹരമായ യൂണിവേഴ്സിൽ അദ്ദേഹം ഒരു സ്പേസ് കണ്ടെത്തി എന്ന് പറഞ്ഞില്ലേ, അതാണ് അദ്ദേഹം വണ്ടറിലും അമേസ്മെൻറ്റിലും ഒക്കെ പാടിയത്. ഇല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം, ഈ മനോഹരമായ ഭൂമി കണ്ടാണ് പാടിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് മീൻസ്? എറ്റേണിറ്റിയുടെ റഷിംഗ് ടൈഡ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, എന്താണ്? പെട്ടെന്ന് അങ്ങ് പോവുകയല്ലേ, അടിച്ചു വരുന്ന തിരമാല പോലെ അങ്ങ് പോകുന്നതാണ് എറ്റേണിറ്റി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഇറ്റ് സിംബലൈസസ് ടൈം അല്ലേ, ടൈമിനെയാണ് അവിടെ സിംബലൈസ് ചെയ്യുന്നത്. ഇതെല്ലാം പഠിപ്പിച്ചതാണ്. ഇറ്റ് ഈസ് ദ പവർഫുൾ ഫോഴ്സ് ദാറ്റ് കെ നോട്ട് ബി സ്റ്റോപ്ഡ്. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സാണ്. അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ്ലി വണ്ടേഴ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോയം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ പറ്റുന്ന പല പല അത്ഭുതങ്ങളെ പറ്റിയിട്ട്, എന്താണ്, മനോഹരമായ കാഴ്ചകളെ പറ്റിയൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എടുത്തെഴുതിയാൽ മതി. അപ്പോൾ കുറച്ച് നമുക്ക് പറയാവുന്നത്, ഇപ്പോൾ വുഡ്ലാൻഡ്സിൻ്റെ കാര്യം പറയുന്നു, ഫ്ലവറിൻ്റെ ഫ്രാഗ്രൻസിൻ്റെ കാര്യം പറയുന്നത്, പിന്നെ നമ്മുടെ നേച്ചറിലെ പല ബ്യൂട്ടീസിനെ പറ്റിയൊക്കെ പറയുന്നു അല്ലേ. അതൊക്കെ നമുക്കൊന്ന് എഴുതാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് മാഡൻ ദ പോയറ്റ്സ് മൈൻഡ്? പോയറ്റിൻ്റെ മനസ്സിനെ എന്തോ ഒന്നങ്ങ് മത്ത് പിടിപ്പിച്ചു, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിപ്പിച്ചു എന്ന് പറഞ്ഞു. അത് എന്താണ്? വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സിലൂടെ നടക്കുന്ന സമയത്ത് ഹി ടച്ച് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, പുൽനാമ്പിൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ സ്പർശിച്ചു. ദെൻ ഹി വാസ് സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. അത് കഴിഞ്ഞപ്പോൾ എന്തിലേക്കെത്തി? ഫ്ലവറിൻ്റെ ഫ്രാഗ്രൻസ് അദ്ദേഹത്തിന് കിട്ടി, എന്താണ്, സുഗന്ധം കിട്ടി. അപ്പോഴാണ് അദ്ദേഹത്തിന് എന്തുണ്ടായത്? ആ ഭ്രാന്ത് പിടിപ്പിക്കുന്ന പോലെ, മത്ത് പിടിപ്പിക്കുന്നത് പോലെയൊക്കെ തോന്നിയത്. അടുത്തത്, വൈ ഡസ് ദ സ്പീക്കർ പ്രിക്ക് ഹിസ് ഇയേഴ്സ്, ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് ബെയർ ഹിസ് ഹാർട്ട്? എന്തിനായിരുന്നു? നമ്മൾ പറഞ്ഞില്ലേ, ഹൃദയം എല്ലാം സ്വീകരിക്കാൻ തുറന്നു വയ്ക്കുന്നതും കണ്ണ് തുറന്നു വയ്ക്കുന്നതും കാത് കൂർപ്പിച്ചിരിക്കുന്നതും ഒക്കെ പറഞ്ഞില്ലേ. എന്തിനായിരുന്നു അത്? ഹി വോണ്ട്സ് ടു സീ ഈവൻ ദ മൈന്യൂട്ട് സീൻ ഓഫ് നേച്ചർ. ഈ ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ സീനറി പോലും അദ്ദേഹത്തിന് കാണണം. ഹി വോണ്ട്സ് ടു ഹിയർ ഈവൻ ദ മർമറിങ് സൗണ്ട് ഓഫ് ദി നേച്ചർ. അദ്ദേഹത്തിന് എന്ത് കേൾക്കണം? ഒരു ചെറിയ മർമറിങ് സൗണ്ട്, എന്താണ്, ഒരു ചെറിയ പുറപുറാന്നുള്ള സൗണ്ട് പോലും കേൾക്കണം. അപ്പോൾ ചെവി കൂർപ്പിച്ച് വെച്ചാലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. സോ ഹി ഓപ്പൺസ് ഹിസ് ഐസ് ആൻഡ് പ്രിക്ക് ഹിസ് ഇയേഴ്സ് അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. ഇനി അടുത്തത്, വാട്ട് ഡു യു തിങ്ക് ദ പോയറ്റ് മീൻസ് ബൈ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി നോൺ ഐ ഹാവ് സോട്ട് ദി അൺനോൺ? എന്താണ്? കുറേ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിലും ഞാൻ എന്തന്വേഷിച്ചു എന്ന് പറഞ്ഞു? എനിക്കറിയാത്ത പുതിയ കാഴ്ചകൾ ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞു അല്ലേ. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഹീ ഈസ് ഫെമിലിയർ വിത്ത് ഓൾമോസ്റ്റ് ഓൾ ദി തിങ്സ് ഇൻ നേച്ചർ. ഏകദേശം എല്ലാ കാര്യങ്ങളും, ഈ പ്രകൃതിയിലെ ഒരുപാട് കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. ബട്ട് എമിഡ്സ് ഡം ഹി വോണ്ട്സ് ടു എക്സ്പ്ലോർ സംതിങ് ന്യൂ. പക്ഷേ ഇതിൻ്റെ ഇടയിലും എന്തൊക്കെയോ പുതിയ കാര്യങ്ങളുണ്ടല്ലേ, അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഹി വോണ്ട്സ് ടു എൻജോയ് ദ നേച്ചർ. ഈ നേച്ചർ അദ്ദേഹത്തിന് എൻജോയ് ചെയ്യണം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം അനദർ പോയം, ദി സാൻഡ്സ് ഓഫ് ഡീ ബൈ ചാൾസ് കിങ്സ്ലി. അപ്പോൾ ചാൾസ് കിങ്സ്ലിയുടെ ദി സാൻഡ്സ് ഓഫ് ഡീ എന്നുള്ള ഒരു പോയത്തിൻ്റെ കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്. ഓ മേരി ഗോ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം അക്രോസ് ദി സാൻഡ്സ് ഓഫ് ഡീ. The phrase and call the cattle home is used 3 times. Such repetitions are called refrain. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, ആൻഡ് കോൾ ദി കാറ്റിൽ ഹോം എന്ന് പറഞ്ഞത് 3 പ്രാവശ്യം പറഞ്ഞില്ലേ. അങ്ങനെ ഒരേ പോയത്തിൽ തന്നെ പലതവണ ഒരു ലൈൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അതിനെയാണ് നമ്മൾ റിഫ്രൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്രൈൻ എന്താണെന്ന് നോക്കിയേ, ഈ പറഞ്ഞത് തന്നെയാണ്. റിഫ്രൈൻ ഈസ് എ ലൈൻ ഓർ ഫ്രേസ് ദാറ്റ് ഈസ് റിപ്പീറ്റഡ് വിത്തിൻ ദ ലൈൻസ് ഓർ സ്റ്റാൻസസ്.
ഏതെങ്കിലും ലൈൻസിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ സ്റ്റാൻസാസിലോ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും 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 നമ്മൾ പറയുന്നതിനെയാണ് റിഫ്രൈൻ എന്ന് പറയുന്നത്. അപ്പം 3 വരി പറഞ്ഞു. 4ാമത് എന്താണ്? ആൻഡ് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. വീണ്ടും 3 വരി പറഞ്ഞു. വീണ്ടും എന്ത് പറയുന്നു? ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ഇതൊക്കെ എന്ത് തന്നെയാണ്? റിഫ്രൈൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് എ ലൈൻ വിച്ച് ഈസ് റിപ്പീറ്റഡ് ഇൻ ദിസ് പോയം? അപ്പം ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആ പോയം അല്ലെങ്കിൽ റിഫ്രൈൻ എന്താ അതിന് പറയുന്ന മക്കളൊന്ന് പറഞ്ഞേ? റിഫ്രൈൻ. അപ്പം ഇതിൽ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആ ലൈൻ ഏതാണ് അല്ലെങ്കിൽ റിഫ്രൈൻ ഏതാണ്? ഹെഡിങ് തന്നെയാണ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ് എന്നുള്ളത്. കേട്ടോ. ഇനി വാട്ട് ഫീൽസ് ദ സ്പീക്കർ വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്? എന്തൊക്കെ കാഴ്ചകളാണ് അദ്ദേഹത്തിന് വണ്ടറും അമേസ്മെൻറ്റും ഒക്കെ ഉണ്ടാക്കിയത്? ഒരുപാട് കാഴ്ചകളുണ്ട്. ഒന്ന് തന്നിട്ടുണ്ട്, ദ സ്കൈ ഫുൾ ഓഫ് ദി സൺ ആൻഡ് സ്റ്റാർസ്, ഒരു കാഴ്ച. ഇനി അടുത്ത വേറെ എന്ത് പറയാം? എന്തൊക്കെ കാഴ്ചകൾ എന്ന് മാത്രമല്ല കേട്ടോ, സ്മെല്ല് പറയാം, നമുക്കവിടെ കേൾവി പറയാം, എല്ലാം പറയാമേ. അപ്പോൾ ഇനി ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ് അത് നമ്മൾ പറയണം. പിന്നെ ദ ടച്ച് ഓഫ് ദി ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് അല്ലേ, അത് പറയണം. എറ്റേണിറ്റി ഈസ് റഷിങ് ടൈഡ് റേസിങ് ത്രൂ ഹിസ് വെയിൻസ്, അതും വേണമെങ്കിൽ നമുക്കവിടെ പറയാം. ഒരുപാട് കാഴ്ചകൾ വേണമെങ്കിൽ നമുക്ക് ആ വുഡ്ലാൻഡ്സ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഏതൊക്കെയാണോ അവിടെ നല്ല കാഴ്ചകൾ അല്ലെങ്കിൽ സ്മെല്ലായിട്ട് തോന്നിയത്, കേൾവിയായിട്ട് തോന്നിയതൊക്കെ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ലുക്ക് അറ്റ് ദ വേർഡ്സ് ടേക്കൺ ഫ്രം ദ പോയം, പുട്ട് ദം ഇൻ പ്രോപ്പർ പെയർസ്. എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്? ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നതിനെ റൈറ്റ് സൈഡുമായിട്ട് എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. മാച്ച് ദ ഫോളോയിങ് തന്നെയാണ് സംഭവം കേട്ടോ. ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് റൈറ്റ് സൈഡിലുള്ളത്? ഫ്രാഗ്രൻസ്. അടുത്ത ഗ്രാസ് എന്താണ്? ബ്ലേഡ്സ്. മൈൻഡിൻ്റെ എന്താണ്? മൈൻഡിനെ എന്താക്കി? മാഡൻഡ്. വെയിൻസിലൂടെ എന്താണ്? റേസിങ്. അടുത്ത എന്താ ഇവിടെ തന്നിട്ടുണ്ട്? സ്വേഡ് എന്താണ്? വേൾഡ് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ലെറ്റ് us revisit the first stanza ഒന്നുകൂടെ നോക്കിയേ. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദി സൺ ആൻഡ് ദി സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്, എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. നമ്മൾ പഠിപ്പിച്ചത് തന്നെ ആദ്യത്തെ സ്റ്റാൻസ. ഇൻ ദ ഫസ്റ്റ് ലൈൻ ദ ഇനിഷ്യൽ സൗണ്ട് ഈസ് സ്കൈ. സൗണ്ടാണ്. എസ് എന്നുള്ള ലെറ്റർ ആണ് പഠിക്കല്ലേ മക്കളെ? സൗണ്ട് എന്ന് തന്നെ പഠിക്കണം കേട്ടോ. ഈസ് റിപ്പീറ്റഡ് ഇൻ ദി സൺ ആൻഡ് ദി സ്റ്റാർസ്. അപ്പം നോക്കിയേ, ഫസ്റ്റ് ലൈൻ കണ്ടോ? ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദി സൺ ആൻഡ് ദി സ്റ്റാർസ്. അവിടെ സണ്ണിനും സ്റ്റാർസിനും രണ്ടിനും സ് എന്നൊരു സൗണ്ട് ഉണ്ടല്ലേ. അപ്പോൾ ആദ്യ വരിയിൽ തന്നെ സ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്യല്ലേ ഉണ്ടായത്. ഒന്നുകൂടെ മക്കൾ നോക്ക്, സണ്ണ് സ്റ്റാർസ് രണ്ടിടത്തും സ് സൗണ്ട് റിപ്പീറ്റ് ചെയ്തു. ഒരേ വരിയിൽ തന്നെ ആയിരിക്കണം കേട്ടോ. ദിസ് റെപ്പറ്റീഷൻ ഈസ് കോൾഡ് അല്ലിറ്ററേഷൻ. ഇങ്ങനെയുള്ള റെപ്പറ്റീഷനെയാണ് നമ്മൾ അല്ലിറ്ററേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ് അല്ലിറ്ററേഷൻ? മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, വവൽ സൗണ്ട്സും ഉണ്ട്, കോൺസണൻറ്റ് സൗണ്ട്സും ഉണ്ട്. വവൽ സൗണ്ട്സ് എന്താണ്? നിങ്ങൾ എ ഐ യു എന്നുള്ള ലെറ്റർ പഠിക്കരുത്, ആ സൗണ്ടുകളാണ് എന്നുള്ളത് ഓർമ്മ വേണം. എ ഇ ഐ ഒ യു ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സൗണ്ട്സ്, ആ സൗണ്ട്സിനെയാണ് നമ്മൾ വവൽ സൗണ്ട്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റ് സൗണ്ട്സിനെ നമ്മൾ എന്തെന്നാണ് വിളിച്ചത്? കോൺസണൻറ്റ് സൗണ്ട്സ് എന്നാണ് വിളിച്ചത്. ഇവിടെ അല്ലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഈ കോൺസണൻറ്റ് സൗണ്ട്സ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരേ വരിയിൽ ആദ്യം ഒരു വാക്കിൻ്റെ ആദ്യം റിപ്പീറ്റ് ചെയ്ത് വരണം കേട്ടോ. ഇവിടെ സ്റ്റാർസ്, അതുപോലെ എന്തായിരുന്നു? സൺ, സ് റിപ്പീറ്റ് ചെയ്തു ഒരേ വരിയിൽ. അതെന്താണ്? അല്ലിറ്ററേഷനാണ്. ക്യാൻ യു ഫൈൻഡ് അതർ എക്സാമ്പിൾസ് ഫ്രം ദ പോം? അപ്പോൾ നിങ്ങൾക്ക് പാഠത്തിൽ നിന്നും ഇത് മനസ്സിലായെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് തന്നെ കണ്ടെത്തിക്കൂടെ? ബോക്സ് നോക്കിയില്ല. ദ റെപ്പറ്റീഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണൻറ്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ് ഇൻ ദ സെയിം ലൈൻ ഓഫ് എ പോയം ഈസ് കോൾഡ് അല്ലിറ്ററേഷൻ. അത് തന്നെ ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഒരു വരിയിലുള്ള വാക്കുകളുടെ ആദ്യം, ഇടയ്ക്കൊന്നും പോരാ, ആദ്യം വാക്കുകൾ തുടങ്ങുന്നിടത്ത് ഒരേ ശബ്ദം തന്നെ എവിടെയെങ്കിലും ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പം എന്നുള്ള സൗണ്ട് ഒരു തവണ റിപ്പീറ്റ് ചെയ്തു, ഒന്നിൽ കൂടുതൽ തവണയല്ല. സ് എന്നുള്ള സൗണ്ട് ഒരു വട്ടം പറഞ്ഞിട്ട് ഒരു വട്ടം അത് റിപ്പീറ്റ് ചെയ്തു. ഇവിടെ സൺ, സ്റ്റാർസ്, സ് അങ്ങനെ വരുന്നു. അതുപോലെയുള്ള വേറെ ഏതെങ്കിലും കോൺസണൻറ്റ് സൗണ്ട്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെ നമുക്ക് പറയാം? വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്, അതെന്താണ്?
അലിറ്ററേഷനാണ്. മാഡൻഡ് മൈ മൈൻഡ്, മ. ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, ഫ്. ഇതും എന്ത് തന്നെയാണ്? അലിറ്ററേഷൻ എക്സാമ്പിൾ തന്നെയാണ്. ഇനി അസൊണൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ ഇത്രയും പോരെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇത്രയും താമസിച്ചത് അപ്ലോഡ് ചെയ്യാനല്ലേ മക്കൾ, ക്ഷമിക്കണം. കുറച്ച് തിരക്കായി പോയി. ഒരു കുഞ്ഞ് വാവയൊക്കെ ഉണ്ട്, അവന് ഇഞ്ചക്ഷനൊക്കെ ആയിരുന്നു, അങ്ങനെ പറ്റിപ്പോയതാ. അപ്പോൾ അടുത്ത വീഡിയോ ഒട്ടും വൈകാതെ ഇടാം. മകൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ടതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മിടുക്കരായിട്ട് പഠിക്കണം. അടുത്ത വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.